ഹായ് ഹലോ നമസ്കാരം. സഹകാരി റേസ് പ്ലസിന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും LD എക്സാമിന്റെ ചൂടിലാണെന്ന് ഞങ്ങൾക്കറിയാം. ആ ചൂട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ക്ലാസ് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. ക്ലാസ്സിലേക്ക് പോകാം. ഭാരതരത്ന 2024 2024 ഭാരതരത്നയിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. കർപ്പൂരി താക്കൂർ 2024 ഭാരതരത്നയ്ക്ക് അർഹനായ ബീഹാർ മുൻ മുഖ്യമന്ത്രിയാണ് കർപ്പൂരി താക്കൂർ. ആരാണ് കർപ്പൂരി താക്കൂർ? ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയാണ്. ബീഹാർ മുൻ മുഖ്യമന്ത്രിയാണ് കർപ്പൂരി താക്കൂർ. സ്വാതന്ത്ര്യ സമര സേനാനിയും പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായാണ് ഭാരതരത്ന നൽകുന്നത്. ശ്രദ്ധിക്കുക, മരണാനന്തരമാണ്. മരണാനന്തര ബഹുമതിയായിട്ടാണ് കർപ്പൂരി താക്കൂറിന്, ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രിയായ കർപ്പൂരി താക്കൂറിന് മരണാനന്തര ബഹുമതിയായാണ് ഭാരതരത്ന നൽകുന്നത്. അടുത്തത് ലാൽ കൃഷ്ണ അദ്വാനി അല്ലെങ്കിൽ നമ്മുടെ LK അദ്വാനി ഭാരതരത്ന നേടുന്ന 50ാമത്തെ വ്യക്തിയാണ്. എത്രാമത്തെയാണ്? ഭാരതരത്ന നേടുന്ന 50ാമത്തെ വ്യക്തിയാണ് LK അദ്വാനി. മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ, എന്താണ്, മുതിർന്ന BJP നേതാവാണ് അദ്ദേഹം. കൂടാതെ നമ്മുടെ ഭാരതത്തിന്റെ മുൻ ഉപപ്രധാനമന്ത്രിയുമായിരുന്നു LK അദ്വാനി. 50ാമത്തെ വ്യക്തിയാണെന്ന പോയിന്റ് മറക്കാതിരിക്കുക. അതുപോലെ തന്നെ കർപ്പൂരി താക്കൂറിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഭാരതരത്ന നൽകിയിരിക്കുന്നത്. പത്മ പുരസ്കാരങ്ങൾ 132 പേർ ഈ വർഷത്തെ പത്മ പുരസ്കാരത്തിന് അർഹരായി. എത്ര പേരാണ്? 132 പേരാണ്. ചോദിക്കാം, എത്ര പേരെന്ന് ചോദിക്കാം. ഓപ്ഷൻ 130, 31, 32 എന്നൊക്കെ പല വിധത്തിലും PSCക്ക് ഇഷ്ടമുള്ളതുപോലെ വരാം. നമുക്കറിയാം, നമ്മളെ കുഴപ്പിക്കുന്ന കാര്യത്തിൽ PSC മുൻപന്തിയിലാണ്, ആരെയും വിട്ടുകൊടുക്കില്ല. അപ്പോൾ എത്ര പേരാണ്? 132 പേരാണ് ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾക്ക് അർഹരായത്. 5 പേർ പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹരായി. എത്രയാണ്? 5. 17 പേർ പത്മഭൂഷൺ. എത്ര പേരാണ്? 17 പേർക്ക് പത്മഭൂഷൺ. ചെറിയ നമ്പർ 5 ഓർത്തിരിക്കുക. പത്മവിഭൂഷൺ 5 പേർക്ക്, 17 പേർക്ക് പത്മഭൂഷൺ. 6 മലയാളികൾ ഉൾപ്പെടെ 110 പേർക്കാണ് പത്മശ്രീ ലഭിച്ചത്. ആകെ മൊത്തം 110 പേർക്കാണ് പത്മശ്രീ ലഭിച്ചത്. അതിൽ 6 പേർ മലയാളികളാണ്. അപ്പോൾ ആകെ പത്മ പുരസ്കാരങ്ങൾ 132 ആണ്. 132 പേരാണ് ഈ വർഷത്തെ പത്മ പുരസ്കാരത്തിന് അർഹരായത്. അതിൽ 5 പേർ പത്മവിഭൂഷൺ പുരസ്കാരത്തിനും 17 പേർ പത്മഭൂഷൺ പുരസ്കാരത്തിനും 110 പേർ പത്മശ്രീ പുരസ്കാരത്തിനും അർഹരായി. പത്മശ്രീ ലഭിച്ച 110 പേരിൽ 6 മലയാളികളും ഉൾപ്പെടുന്നു. പത്മവിഭൂഷൺ ജേതാക്കളെ നോക്കാം. ആകെ 5 പേരേ ഉള്ളൂ. 5 പേരുടെ പേരും ഉറപ്പായും പഠിച്ചിരിക്കുക. അവരേതൊക്കെ മേഖലയിലാണ്, മേഖലകളൊക്കെ ചോദിക്കുന്നതാണ് PSCക്ക് കൂടുതൽ ഇഷ്ടം. ഡയറക്റ്റ് ചോദിക്കില്ല. പത്മവിഭൂഷൺ നേടിയത് ആര് എന്നായിരിക്കില്ല ചോദിക്കുന്നത്, എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. ആദ്യത്തേത് വെങ്കയ്യ നായിഡു, നമ്മുടെ മുൻ ഉപരാഷ്ട്രപതിയായ വെങ്കയ്യ നായിഡു. ആരാണ്? വെങ്കയ്യ നായിഡു. അടുത്തത് ആരാണ്? ചിരഞ്ജീവി, തെലുങ്ക് നടനായ, നമുക്കറിയാം സിനിമയുമായി ബന്ധപ്പെട്ട ആളാണ് ചിരഞ്ജീവി എന്നറിയാം. അദ്ദേഹത്തിന് പത്മവിഭൂഷണാണ് കിട്ടിയത് എന്ന് ഓർത്തിരിക്കുക. 5 പേരിൽ ഒരാൾ ചിരഞ്ജീവിയാണ്, ഒരാൾ വെങ്കയ്യ നായിഡു ആണ്. അടുത്തത് വൈജയന്തിമാല ബാലി. നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത പേരാണ്. ഒരു നർത്തകിയും നടിയുമാണ് വൈജയന്തിമാല ബാലി. ആരാണ്? വൈജയന്തിമാല ബാലി. പത്മ സുബ്രഹ്മണ്യം, നമുക്ക് പരിചിതമാണ് പത്മ സുബ്രഹ്മണ്യത്തെ. നർത്തകിയായ പത്മ സുബ്രഹ്മണ്യം. 5ാമത്തെ ആൾ ആരാണ്? ബിന്ദേശ്വർ പഥക്, സാമൂഹിക പ്രവർത്തകനാണ്. മരണാനന്തരമാണ് ബിന്ദേശ്വർ പഥക്കിന് പത്മവിഭൂഷൺ ലഭിച്ചത്. അപ്പോൾ ഇവരുടെ ആരുടെയെങ്കിലും 4 പേരുടെ പേര് തന്നിട്ട് താഴെ പറയുന്നവയിൽ
മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ ആർക്കാണ്? ബിന്ദേശ്വർ പഥക്. പതക്കമുള്ള ആളാണ് മരിച്ചുപോയത്. പഥക്, ബിന്ദേശ്വർ പഥക്. ബിന്ദേശ്വർ പഥക്കിനാണ് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചത്. വേണമെങ്കിൽ അതിൽ നമുക്ക് കർപ്പൂരി താക്കൂറിന്റെ പേരും കൂടെ ചേർക്കാം. മരണാനന്തരം എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ അദ്ദേഹത്തിന്റെ പേരും കൂടെ ഇടാം. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നയാണ് ലഭിച്ചത്. ഇതെന്താണ്? പത്മവിഭൂഷൺ, ബിന്ദേശ്വർ പഥക്, മരണാനന്തരം. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ് 5 പേർ? വെങ്കയ്യ നായിഡു, ചിരഞ്ജീവി, വൈജയന്തി മാലാബാലി, പത്മ സുബ്രഹ്മണ്യം, ബിന്ദേശ്വർ പഥക്. ഒരു 2 പ്രാവശ്യം പറയുമ്പോൾ 5 പേരും നമ്മുടെ മനസ്സിലിരിക്കും. വെങ്കയ്യ നായിഡു നമ്മുടെ മുൻ ഉപരാഷ്ട്രപതിയാണ്. ചിരഞ്ജീവി തെലുങ്ക് നടനാണ്. വൈജയന്തി മാലാബാലി നർത്തകിയാണ്, നടിയാണ്. പത്മ സുബ്രഹ്മണ്യം നർത്തകി. ബിന്ദേശ്വർ പഥക് സാമൂഹിക പ്രവർത്തകനാണ്. മരണാനന്തരമാണ് ബഹുമതി ലഭിച്ചത്. പത്മഭൂഷൺ നേതാക്കൾ നമുക്ക് ഓർത്തിരിക്കേണ്ട ചില പ്രമുഖരാണ്. പത്മഭൂഷൺ മൊത്തം 17 പേർക്ക് ലഭിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. 17 പേരുടെ പേരും വേണ്ട, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർത്തിരിക്കേണ്ടവർ. ജസ്റ്റിസ് ഫാത്തിമ ബീവി സുപ്രീം കോടതിയുടെ മുൻ ജസ്റ്റിസ് ആണ്. ഫാത്തിമ ബീവി അടുത്തിടെ അന്തരിച്ചു. നമുക്കറിയാവുന്ന കാര്യമാണ്. ജസ്റ്റിസ് ഫാത്തിമ ബീവി അടുത്തിടെ അന്തരിച്ചു. അപ്പോൾ മരണാനന്തരം പത്മഭൂഷൺ ലഭിച്ചത് ജസ്റ്റിസ് ഫാത്തിമ ബീവിക്കാണ്. പത്മവിഭൂഷൺ മരണാനന്തരം ലഭിച്ചത് ആർക്കാണ്? ബിന്ദേശ്വർ പഥക്. അതുപോലെ പത്മഭൂഷൺ മരണാനന്തരം ലഭിച്ചത് ജസ്റ്റിസ് ഫാത്തിമ ബീവിക്കാണ്. നമ്മുടെ സുപ്രീം കോടതിയുടെ മുൻ ജസ്റ്റിസ് ആയിരുന്നു ഫാത്തിമ ബീവി. ഒ രാജഗോപാൽ മുൻ കേന്ദ്രമന്ത്രിയായ ഒ രാജഗോപാലിന് പത്മഭൂഷൺ കൊടുത്തിട്ടുണ്ട്. ഉഷ ഉദപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗിന്റെ താരം ഉഷ ഉദപ്പ് ഗായികയാണ്. മിഥുൻ ചക്രവർത്തി ഒരു നടനാണ്. മിഥുൻ ചക്രവർത്തി. വിജയ്കാന്ത് അടുത്തിടെ മരണപ്പെട്ടിരുന്നു. വിജയ്കാന്ത് നമ്മുടെ സിനിമാ നടൻ വിജയ്കാന്ത്. സീതാറാം ജിൻഡാൾ വ്യവസായിയാണ്. സീതാറാം ജിൻഡാൾ. അപ്പൊ ആരൊക്കെയാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി, ഒ രാജഗോപാൽ, ഉഷ ഉദപ്പ്, മിഥുൻ ചക്രവർത്തി, വിജയ്കാന്ത്, സീതാറാം ജിൻഡാൾ. വിജയ്കാന്തും ഫാത്തിമ ബീവിയും മരണാനന്തരമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തത് പത്മശ്രീ ജേതാക്കൾ മലയാളികളെ നോക്കാം. ആകെ മൊത്തം 110 പത്മശ്രീ അവാർഡുകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ 6 എണ്ണം മലയാളികൾക്കാണ് ലഭിച്ചത്. ആ 6 പേര് ആരാണെന്ന് നോക്കാം. സത്യനാരായണ ബാലേരി ഒരു നെൽ കർഷകനാണ്. സത്യനാരായണ ബാലേരി. സദനം ബാലകൃഷ്ണൻ നമുക്കറിയാം, കഥകളി ആചാര്യനായ സദനം ബാലകൃഷ്ണന് പത്മശ്രീ ലഭിച്ചു. ഇ പി നാരായണയ്യർ തെയ്യം കലാകാരൻ. ചോദ്യം വരാം, ഇ പി നാരായണൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? തെയ്യം കലാകാരനാണ് ഇ പി നാരായണൻ. മറക്കാതിരിക്കുക, ഇ പി നാരായണൻ തെയ്യം കലാകാരൻ, പത്മശ്രീ ലഭിച്ച മലയാളിയാണ്. മുനി നാരായണ പ്രസാദ് സാഹിത്യകാരനാണ്. മുനി നാരായണ പ്രസാദ്. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി. ഇത് നമ്മൾ മറക്കില്ല. ന്യൂസിൽ ഈ തമ്പുരാട്ടി എന്ന പേര് ഇടം പിടിച്ചിട്ടുള്ളതാണ്. നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒരുപാട് കേട്ടതാണ്. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് ഏത് മേഖലയ്ക്കാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ സാഹിത്യം വിദ്യാഭ്യാസം എന്ന മേഖലയ്ക്കാണ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടിക്ക് പത്മശ്രീ ലഭിച്ചത്. പി ചിത്രൻ നമ്പൂതിരിപ്പാട് സാഹിത്യം. മരണാനന്തരം ഓർത്തിരിക്കുക, മരണാനന്തരം പത്മശ്രീ ലഭിച്ച മലയാളിയാണ് പി ചിത്രൻ നമ്പൂതിരിപ്പാട്. ഇങ്ങനെയുള്ള ഫാക്റ്റൊക്കെ പ്രത്യേകം ഓർത്തിരിക്കുക. 2024 മരണാനന്തര ബഹുമതിയായി പത്മശ്രീ ലഭിച്ച മലയാളിയാണ് പി ചിത്രൻ നമ്പൂതിരിപ്പാട്. പത്മഭൂഷൺ ലഭിച്ച മലയാളി ആരാണ്? മരണാനന്തരം ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. ഫാത്തിമ ബീവി മലയാളിയാണ്. അപ്പോ സത്യനാരായണ ബാലേരി നെൽ കർഷകനാണ്. സത്യനാരായണ ബാലേരി. സദനം ബാലകൃഷ്ണൻ കഥകളി ആചാര്യൻ. ഇ പി നാരായണൻ തെയ്യം കലാകാരനാണ്. മുനി നാരായണ പ്രസാദ് സാഹിത്യം.
അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി. സാഹിത്യം, വിദ്യാഭ്യാസം. മരണാനന്തരം ലഭിച്ച സാഹിത്യകാരനാണ് ചിത്രൻ നമ്പൂതിരിപ്പാട്. ആരാണ്? ചിത്രൻ നമ്പൂതിരിപ്പാട്. പത്മശ്രീ ലഭിച്ച മറ്റ് പ്രമുഖർ: പാർവതി ബർവ. രാജ്യത്തെ ആദ്യ വനിതാ ആനപ്പാപ്പാനാണ് പാർവതി ബർവ. GK ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. രാജ്യത്തെ ആദ്യ വനിതാ ആനപ്പാപ്പാൻ ആരാണ്? പാർവതി ബർവയാണ്. പാർവതി ബർവയാണ് രാജ്യത്തെ ആദ്യ വനിതാ ആനപ്പാപ്പൻ. പാർവതി ബർവയ്ക്ക് എന്ത് ലഭിച്ചു? പത്മശ്രീ ലഭിച്ചു. അടുത്തതാരാണ്? രോഹൻ ബൊപ്പണ്ണ. ടെന്നീസ് താരമാണ് രോഹൻ ബൊപ്പണ്ണ. പത്മശ്രീ ലഭിച്ച ടെന്നീസ് താരമേത്? രോഹൻ ബൊപ്പണ്ണ. അടുത്തത് ജോഷ്ന ചിന്നപ്പ. സ്ക്വാഷ് താരമാണ്. പേര് ചോദിച്ചിട്ട് ഏത് കായിക ഇനമെന്ന് ചോദിക്കാം. ജോഷ്ന സ്ക്വാഷ്. രണ്ടിലും ഷൂ ഉണ്ട്. ജോഷ്ന സ്ക്വാഷ്. ജോഷ്ന ചിന്നപ്പ സ്ക്വാഷ് ആണ്. പത്മശ്രീ ആണ് ലഭിച്ചത്. സ്റ്റേറ്റ്മെന്റിൽ ചിലപ്പോൾ പത്മഭൂഷണോ പത്മവിഭൂഷണോ എന്നൊക്കെ വരാം, ഓർത്തിരിക്കുക. ജോഷ്ന ചിന്നപ്പയ്ക്ക് പത്മശ്രീ ആണ് ലഭിച്ചത്. പത്മശ്രീ ലഭിച്ച സ്ക്വാഷ് താരമാണ് ജോഷ്ന ചിന്നപ്പ. പത്മശ്രീ ലഭിച്ച ടെന്നീസ് താരമാണ് രോഹൻ ബൊപ്പണ്ണ. രാജ്യത്തെ ആദ്യ വനിതാ ആനപ്പാപ്പാനാണ് പാർവതി ബർവ. അദ്ദേഹത്തിനും പത്മശ്രീ ലഭിച്ചിരിക്കുന്നു. ഭാരതരത്ന ലഭിച്ച 50ാമത്തെ വ്യക്തി ആരാണ്? LK അദ്വാനിയാണ്. മറക്കാതിരിക്കുക. മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ചത് ആർക്കാണ്? കർപ്പൂരി താക്കൂർ, മുൻ ബീഹാർ മുഖ്യമന്ത്രിയാണ്. ഫാക്റ്റുകളും ഓർത്തിരിക്കുക. ഭാരതരത്ന, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, പത്മശ്രീയുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകളാണ് നമ്മൾ നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്